ഇടതുവശത്ത് ആവേശജലമായ അരവിശിൽനാഥം വീണ്ടും മുഴങ്ങിയിരിക്കുന്നു. കമന്ററി ബോക്സിന്റെ ഇടതുവശത്ത് പ്രദേശ് നെടുകുളം പി.ടി. കൂട്ടങ്ങളായി ഇന്നിന്റെ പടക്കളത്തിൽ ആരുവാഴും കണ്ണും കാതും കൂർപ്പിച്ച് ഇരയുടെ ഹൃദയതാളം കണ്ടറിഞ്ഞ് വേട്ടയുടെ വേട്ടക്കാരനെ പോലെ കമ്പക്കയറുമായി വിജയ ചുവട് വയ്ക്കുന്ന 14 പട പോരാളികളാണ് സാക്ഷ്യം വഹിക്കുന്നത്. കാണികൾ കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സര ഗോത തന്നെ. വിജയിച്ചാൽ അടുത്ത റൗണ്ടിലേക്ക്, പരാജയപ്പെട്ടാൽ 10ാം സ്ഥാനക്കാരായി നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പീച്ചി റിസർവോയറിൽ മുങ്ങിയ 4 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. 2 പേരുടെ നില ഗുരുതരം. നാരായണത്തിലേറിയ അവസരങ്ങൾ. ഗ്ലോബൽ ജോബ് ഫെയറിന് പ്രൗഢസമാപനം. ഇന്ന് പണിമുടക്കി KSRTC ആപ്പും വെബ്സൈറ്റും. കഷ്ടപ്പെട്ട് ട്രെയിൻ യാത്രക്കാർ. സമഗ്രമായ ഗതാഗത നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തിയതിനാണ് രാഹുൽ ഈശ്വറിനെതിരെ നടപടി. ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് പരാതി നൽകിയത്. സൈബർ ഇടങ്ങളിലെ തനിക്കെതിരെ രാഹുൽ ഈശ്വർ സംഘടിത ആക്രമണം നടത്തുമെന്നാണ് ആരോപണം. രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിന്റെ പരാതിയിൽ ഇതുവരെയും കേസെടുത്തില്ല. നിയമോപദേശം ലഭിച്ച ശേഷം മാത്രം നടപടി. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നടി ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത്. നടിയുടെ വസ്ത്രധാരണയടക്കം വിമർശിച്ചിരുന്നു. ഇതിന് ചുവട് പിടിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ വ്യാപക പ്രചരണവുമായി ഉണ്ടായി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചത്. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ സംഘടിത സൈബർ ആക്രമണമാണെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം. പൊതുബോധം എതിരാക്കാനാണ് ശ്രമം. വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നാണ് ആവശ്യം. രാഹുലുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലടക്കം പരാതിയും പകമാക്കിയിട്ടുണ്ട്. പീച്ചി ഡാം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ 4 പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടു. നാട്ടുകാർ ഉടൻ തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെങ്കിലും 2 പേരുടെ നില ഗുരുതരമാണെന്ന് വിവരം. തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടത്തിൽപ്പെട്ട കുട്ടികൾ. നിമ, അലീന, ആൻഗ്രീസ്, ഐറിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. വൈകിട്ട് 3:30യോടെയാണ് അപകടമുണ്ടായത്. പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിലെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ രക്ഷയ്ക്കെത്തിയത്. ഇവർ ഇറങ്ങിയ ഭാഗത്തുണ്ടായിരുന്ന കയത്തിൽ അകപ്പെട്ടതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. 4000ഓളം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾക്കുള്ള വാതിൽ തുറന്നുവെച്ച് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ബ്രാൻഡ് ബേ മീഡിയയുടെ സഹകരണത്തോടെ നടത്തിയ ഗ്ലോബൽ ജോബ് ഫെയർ സമാപിച്ചു. 2 ദിവസങ്ങളിലായി വിദേശത്തും സ്വദേശത്തുമുള്ള 75 കമ്പനികൾ പങ്കെടുത്ത തൊഴിൽ മേളയിൽ 12,000ഓളം ഉദ്യോഗാർത്ഥികളാണ് ഒഴുകിയെത്തിയത്. വിദ്യാഭ്യാസം, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, ടെക്നോളജി, ഓട്ടോമൊബൈൽ, ആർക്കിടെക്ചർ, ടൂറിസം, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ 30ലേറെ മേഖലകളിലായാണ് 4000ഓളം തൊഴിൽ അവസരങ്ങൾ തുറന്നുവെച്ചത്. മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. 500ലേറെ പേരെ കമ്പനികൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 2000ഓളം പേർ വിവിധ ഒഴിവുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. നിരവധി കമ്പനികൾ അടുത്ത ദിവസങ്ങളിലായി ഫൈനൽ സ്ക്രീനിങ്ങിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. പരിചയ സമ്പത്തും പ്രൊഫഷണൽ മികവുമുള്ള 100 കണക്കിന് ഉദ്യോഗാർത്ഥികളെ മേളയിൽ കണ്ടെത്താൻ കഴിഞ്ഞതായി കമ്പനി മേധാവികൾ പറഞ്ഞു. കേരള സർക്കാരിന്റെ ഔദ്യോഗിക തൊഴിൽ റിക്രൂട്ട് ഏജൻസിയായ ഒഡെപെക് ജില്ലാ വ്യവസായ കേന്ദ്രം, CDIT, NUML,
എം തുടങ്ങിയ സ്ഥാപനങ്ങളും ജോബ് ഫെയറിന്റെ ഭാഗമായി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം രാജ്യസഭാംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നിർമ്മിത ബുദ്ധിയുടെ ലോകം, തൊഴിൽ മേഖലയുടെ മാറ്റങ്ങൾ, സാങ്കേതിക വിദ്യാ പരിശീലകനും കെൻപ്രിമോ ഗ്രൂപ്പ് എഡിയുമായ നൌഷാദ് എം കെ, കോർപ്പറേറ്റ് വിജയത്തിലേക്കുള്ള യാത്ര ടാലന്റ് മാനേജ്മെന്റ് എക്സ്പേർട്ട് അമൃത രാമകൃഷ്ണനും തൊഴിൽ തെരഞ്ഞെടുപ്പും വിപണിയും പൊരുത്തപ്പെടുന്ന വിദഗ്ധം കേന്ദ്ര തൊഴിൽ മന്ത്രാലയം പരിശീലകൻ സി കെ ഷമീറും അവതരിപ്പിച്ചു. ദുബായ് KMCC സെക്രട്ടറി അബ്ദുൽ ഖാദർ അരിം പ്രാമ്പ, കണ്ണൂർ കൗൺസിലർമാരായ പി വി ജയസൂര്യൻ, പി കൊന്നമ്പൂർ, രാജേഷ്, പ്രകാശൻ പയ്യനാടൻ, ശ്രീജ ആരംഭൻ, എസ് ഷഹീദ, KM സാബിറ, സുനിഷ, KP അനിത, അഷ്റഫ് ചിറ്റുള്ളി, BB അനിത പത്തിക്കൽ, മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ്റെ റെയിൽവേ ബുക്കിംഗ് പോർട്ടലും ആപ്പും ഞായറാഴ്ചയും പണിമുടക്കി. ഇതിനെ തുടർന്ന് നൂറുകണക്കിന് ട്രെയിൻ യാത്രക്കാർ കഷ്ടപ്പെട്ടു. 1 മണിക്കൂർ നേരമാണ് പണിമുടക്കിയത്. തിരക്കുള്ള സമയത്തായിരുന്നു ഇത്. വെബ്സൈറ്റും മൊബൈൽ ആപ്പും പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 11:30ഓടെയാണ് പ്രശ്നം ആരംഭിച്ചത്. ഇത് സംബന്ധിച്ച് നിരവധി ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ പരാതികൾ പോസ്റ്റ് ചെയ്തു. 1 മണിക്കൂറോളം ബുക്കിങ്ങുകളും റദ്ദാക്കലുകളും ലഭ്യമായിരുന്നില്ല. ട്രെയിനുകളിൽ ഭക്ഷണ സേവനങ്ങൾ കൈകാര്യം ചെയ്യാനും ഓൺലൈൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് സേവനങ്ങൾ നൽകാനും ഇന്ത്യൻ റെയിൽവേ അധികാരപ്പെടുത്തിയ ഏക സ്ഥാപനമാണ് IRCTC. ശനിയാഴ്ച രാവിലെ IRCTC വെബ്സൈറ്റും മൊബൈൽ ആപ്പും 2 മണിക്കൂർ തടസ്സപ്പെട്ടിരുന്നു. സാങ്കേതിക തകരാർ ആണ് തടസ്സത്തിന് കാരണമായി പറയുന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് വെബ്സൈറ്റ് വീണ്ടും പ്രവർത്തനക്ഷമമായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി IRCTC പ്ലാറ്റ്ഫോമിൽ ഉപയോക്താക്കൾക്ക് നിരവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പാണപ്പുഴ പഞ്ചായത്തിലെ പടിഞ്ഞാറക്കര പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച സ്റ്റേജ്, ഗ്രീൻ റൂം, ടോയ്ലറ്റ് എന്നിവയുടെ ഉദ്ഘാടനം വിജിൻ MLA നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷയെ. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CI വത്സല, പഞ്ചായത്ത് അംഗം PK ഭാസ്കരൻ, TV ചന്ദ്രൻ, K അജയകുമാർ, VP സുഭാഷ് എന്നിവർ സംസാരിച്ചു. സമഗ്രമായ ഗതാഗത നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ CITU 5 സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ C കണ്ണൻ സ്മാരക മന്ദിരത്തിൽ P രാഘവൻ നഗർ ചേർന്ന സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KK കലേശൻ റിസർച്ച് പ്രമേയവും P ചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MS കറിയ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ സംസാരിച്ചു. സ്വാഗതം ചെയർമാൻ M പ്രകാശൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റായി കടകംപള്ളി സുരേന്ദ്രനെയും ജനറൽ സെക്രട്ടറിയായി K കലേശനെയും ട്രഷറായി K ഗിരികൃഷ്ണനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. VV പുരുഷോത്തമൻ നന്ദി രേഖപ്പെടുത്തി. സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച സ്ത്രീ പദവി പഠന റിപ്പോർട്ട് എഴുത്തുകാരി ജിസ ജോസ് പ്രകാശനം ചെയ്തു. കേരളത്തിലെ സ്ത്രീകൾ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് അവർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ത്രീ മുന്നേറ്റത്തിൽ കാണിക്കുന്ന ജാഗ്രത പുതിയ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തരാക്കുമെന്ന് ജിസ ജോസ് കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ ടീച്ചർ അധ്യക്ഷയായിരുന്നു. കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ VP അമൃത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നിസാർ വായ്പറമ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PV അജിത, KV സതീശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ശ്രുതി, PP ഷമീമ, K അജീഷ്, AV സുശീല, CPK OK, ഗീത എന്നിവർ സംസാരിച്ചു. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൂവോട് വെച്ച് ജില്ലാതല വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. അതിഥിയായി അശോകൻ ചെമ്പാടൻ പങ്കെടുത്തു. TK ഗോവിന്ദൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MC രാഘവൻ, K സന്തോഷ്, PK ശ്യാമള ടീച്ചർ, K ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. T ബാലകൃഷ്ണൻ അധ്യക്ഷനായി. വിജയൻ സ്വാഗതം പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറീസ് കലാമേളയോടനുബന്ധിച്ച് നടന്ന ലൈബ്രറിമാരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയാതായിരുന്ന അത്തായക്കുന്ന് ദേശീയ ധർണ വായനശാല ലൈബ്രറിയൻ കുങ്കാരൻ ഗംഗാരനെ ലൈബ്രറിയന്മാരും പ്രവർത്തകരും വീട്ടിലെത്തി ആദരിച്ചു. ധർമ്മശാല CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊഴിൽ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. CITU ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. P മുകുന്ദൻ അധ്യക്ഷയായി. T ഗോവിന്ദൻ മാസ്റ്റർ, C സത്യപാലൻ, K സന്തോഷ്, അമൽ രവി, PK ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. K ദാമോദരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു.
നിറപ്പകിട്ടായി കുഞ്ഞു ചിത്രങ്ങൾ. കുരുന്നു വിരലുകളുടെ മാന്ത്രികതയിൽ പിറന്ന ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ചിത്രോത്സവം കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ പ്രകൃതിയും സ്കൂളുകളും പച്ചക്കറി ചന്തകളുമെല്ലാം ഭാവനയിൽ വിരിയുകയായിരുന്നു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടി.കെ. ബാലൻ സ്മാരക ഹാളിൽ കെ.വി. സുമേഷ് എം.എൽ.എ. ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. വളർന്നു വരുന്ന തലമുറയ്ക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യമാകുന്ന വേദിയാണ് ചിത്രോത്സവമെന്ന് എം.എൽ.എ. പറഞ്ഞു. ചിത്രകാരൻ വർഗീസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം ചിത്രകാരൻ ഗോവിന്ദൻ കണ്ണപുരം മുഖ്യ അതിഥിയായി. നഴ്സറി, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 150-ലധികം കുട്ടികൾ പങ്കെടുത്തു. പുഷ്പോത്സവം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CH പ്രദീപ് കുമാർ, കമ്മിറ്റി അംഗം അനിത ശേഖർ, സലീഷ് ചെറുപുഴ എന്നിവർ സംസാരിച്ചു. ജനുവരി 16 മുതൽ 27 വരെ പോലീസ് മൈതാനിയിലാണ് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. പുഷ്പോത്സവത്തിന്റെ ബ്രോഷർ ജനുവരി 13 വൈകിട്ട് 4 ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഓഫീസിൽ PRD മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ പ്രകാശനം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. സ്പോർട്സ് സ്കൂൾ സ്പോർട്സ് കൗൺസിൽ സെലക്ഷൻ 18 മുതൽ. സംസ്ഥാന കായിക വകുപ്പിന് കീഴിലെ കായിക ഡയറക്ടറേറ്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂൾ, കണ്ണൂർ സ്പോർട്സ് സ്കൂൾ, തൃശൂർ സ്പോർട്സ് ഡിവിഷൻ എന്നിവിടങ്ങളിലേക്കുള്ള കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് ഹോസ്റ്റലുകൾ, സ്കൂൾ അക്കാദമി എന്നിവിടങ്ങളിലേക്കുള്ള 2025-26 അധ്യയന വർഷത്തെ ആദ്യഘട്ട സെലക്ഷൻ ജനുവരി 18 മുതൽ നടക്കും. 6, 7, 8 +1 ക്ലാസുകളിലേക്ക് നേരിട്ടും 9, 10 ക്ലാസുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ലാറ്ററൽ എൻട്രിയിലൂടെയും ആയിരിക്കും സെലക്ഷൻ. ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ഹോക്കി, ജൂഡോ, വോളിബോൾ, റെസ്ലിംഗ് എന്നീ കായിക ഇനങ്ങളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ഫുട്ബോളിലും തായ്ക്വോണ്ടോയിലും പെൺകുട്ടികൾക്ക് മാത്രവുമാണ് സെലക്ഷൻ. ആൺകുട്ടികളുടെ ഫുട്ബോൾ സെലക്ഷൻ പിന്നീട് നടത്തുമെന്ന്. 6, 7 ക്ലാസുകളിലൂടെ സെലക്ഷൻ കായികക്ഷമത ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലും 8, +1 ക്ലാസുകളിലേക്കുള്ള സെലക്ഷൻ കായികക്ഷമതയുടെ അതാത് കായിക ഇനത്തിലെ മികവിന്റെയും അടിസ്ഥാനത്തിലുമാണ്. 9, 10 ക്ലാസുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രിക്ക് സംസ്ഥാന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയവരോ തുല്യ പ്രകടനം കാഴ്ചവെച്ചവരോ ആയിരിക്കണം. ആദ്യഘട്ട സെലക്ഷനിൽ മികവ് തെളിയിക്കുന്നവരെ ഏപ്രിൽ മാസത്തിൽ സംഘടിപ്പിക്കുന്ന ഒരാഴ്ചത്തെ അസൈൻമെന്റ് ക്യാമ്പിൽ പങ്കെടുപ്പിക്കും. ക്യാമ്പിന്റെ പ്രകടനത്തിന്റെ ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് അന്തിമ തെരഞ്ഞെടുപ്പ്.